ആലപ്പുഴയിൽ നവജാത ശിശുവിന് അസാധാരണ വൈകല്യം കണ്ടെത്തിയെന്ന പരാതിയിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസ്. ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യം അറിയിച്ചില്ല എന്ന പരാതിയിലാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത്. ഡോക്ടർ ഇല്ലാതെയാണ് സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയതെന്നും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. മൂന്നാമത്തെ സ്കാനിങ് കുട്ടിക്ക് ഓട്ടിസം അങ്ങനെ തലച്ചോറ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയാനും, 5ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിയുടെ തലമുടി മുതൽ കാൽപ്പത്തി വരെയുള്ള എല്ലാ അവയവങ്ങളുടെ വളർച്ച കറക്റ്റാണോ, വളരുന്നുണ്ടോ എന്നുള്ളത് അറിയാനുമായിട്ടുള്ള സ്കാനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് റിസൾട്ട് വന്നിരുന്നെങ്കിൽ ഈ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയ ലാബിലെ 2 ലാബിലെയും കൃത്യമായിട്ടുള്ള റിസൾട്ട് ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തില്ലായിരുന്നു. ഇങ്ങനെ സ്കാനിംഗ് സെന്ററിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപാകതയാണ്. അത് മെൻഷൻ ചെയ്യാഞ്ഞിട്ടോ അതോ ചെയ്തിട്ടും WNCയിലെ ഡോക്ടർ ഷേർലി മാഡം ഇത് നമ്മളോട് പറയാതിരുന്നതാണോ എന്നും നമുക്കറിയത്തില്ല. കുഞ്ഞിന് കണ്ണു തുറക്കത്തില്ല, മുലപ്പാൽ വാണ്ട് കുടിക്കാൻ പറ്റത്തില്ല, ട്യൂബ് ഇട്ടിട്ട് അതിൽ വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്, ജനനേന്ദ്രിയത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്, കാല് വളഞ്ഞാണ്ടിരിക്കുന്നത്, പിന്നെ ചെവിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. കരഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കേൾക്കത്തില്ല, അങ്ങനെയാണ് കരയുന്നത്. മലർത്തി കിടത്താൻ പറ്റത്തില്ല, കമഴ്ത്തിയാണ് കിടത്തുന്നത്. വായിൽ കൂടെ ഇങ്ങനെ ഇത് പോകുന്നുണ്ട്, അത് തലയിലോട്ട് പോയാൽ ന്യൂമോണിയ ആവാമെന്നും പറഞ്ഞിട്ട് മലർത്തി കിടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. മനീഷ് മഹിപാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. മനീഷ്, കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്ന വലിയ അസാധാരണമായ അങ്ങേയറ്റത്തെ വൈകല്യങ്ങളാണ് ഇതൊക്കെ. ഈ പറഞ്ഞ സ്കാനിങ്ങിലൊക്കെ എന്നോ എപ്പോഴോ കണ്ടെത്തതാണ് പുതിയ സാങ്കേതിക വിദ്യ പ്രകാരം. അതെന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത്? മനീഷ്, ഹാഷ്മി, ആലപ്പുഴ നഗരത്തിൽ ലജനത്ത് വാർഡിലെ അനീഷ് സുറുമി ദമ്പതികൾക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അനാസ്ഥകളാണ്. ഒന്ന്, ഈ സ്വകാര്യ ലാബിൽ പരിശോധിച്ചിരിക്കുന്നത് ഡോക്ടർ അല്ല, അവിടെ ടെക്നീഷ്യനാണ് പരിശോധിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. CCTV ദൃശ്യങ്ങളിൽ ഡോക്ടർ ഇല്ല, പകരം ടെക്നീഷ്യൻ മാത്രമാണ് ഈ സമയത്ത് ഈ ലാബിൽ നടത്തിയ പരിശോധനയിൽ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളതെന്നാണ് നിലവിലത്തെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. ഇതിൽ ഇവർ നൽകിയ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ ലാബിലെ 2 ഡോക്ടർമാർക്കെതിരെയും ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഷേർലി ഡോക്ടർ, ഒപ്പം തന്നെ പുഷ്പ ഡോക്ടർ, ഇവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ സർക്കാർ ആശുപത്രിയിലെ 2 ഗൈനക്കോളജിസ്റ്റിനെതിരെ കേസെടുക്കാൻ കാരണം 7ഓളം, അതായത് 1ാം മാസം മുതൽ ഇവർ ഗർഭിണിയായത് മുതൽ 1ാം മാസം മുതൽ 7ഓളം അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ നടത്തി. പക്ഷേ ഈ 7 സ്കാനിങ്ങുകളൊക്കെ തന്നെ പലതരം വൈരുദ്ധ്യങ്ങളും റിപ്പോർട്ടിൽ കാണിച്ചിരുന്നു. ഈ റേഡിയോളജിസ്റ്റിന്റെ ഒപ്പോടുകൂടി സ്വകാര്യ ലാബിൽ നിന്ന് കൊണ്ടുവന്ന റിപ്പോർട്ട് കണ്ടിട്ടും സീനിയറായ 2 ഡോക്ടർമാർക്ക് ഈ പലതരം റിപ്പോർട്ടുകളിലെ വൈരുദ്ധ്യം മനസ്സിലായില്ല. ഇനി അഥവാ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഇവരോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. 5ാം മാസം വരെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള അവകാശം നിയമപരമായി മാതാപിതാക്കൾക്കുണ്ട്. പക്ഷേ ഇവിടെ 5 മാസത്തിന് മുൻപേ തന്നെ 4ഓളം കൃത്യമായ അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തിയിട്ടും ഈ കുഞ്ഞിന്റെ വൈകല്യം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നത് പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയുടെ ആരോഗ്യനിലയും അപകടത്തിലാണ്. കൈയും കാലും വളഞ്ഞ നിലയിലാണ്. ഈ ചെവിയും ഒപ്പം തന്നെ കണ്ണും യഥാസ്ഥാനത്തല്ല. വായ കൃത്യമായി തുറക്കുകയില്ല. കുഞ്ഞിനെ മലർത്തി കിടത്തിയാൽ നാവ് ഉള്ളിലോട്ട് പോകും. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ആലപ്പുഴ DMOയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ DMO ജമുന വർഗീസ് ഇത് സംബന്ധിച്ച് ഈ ചികിത്സ നടത്തിയ 10 മാസം ഈ കുട്ടിയെ ഗർഭിണിക്ക് ചികിത്സ നൽകിയിട്ടുള്ള ആശുപത്രിയിലെ സൂപ്രണ്ടിനോട് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, അഭ്യന്തരമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും DMO പിന്നീട് ഒരു സമിതി രൂപീകരിച്ച ശേഷം ഇതിനെ സംബന്ധിച്ചുള്ള വകുപ്പുതല അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള സമിതിയെ രൂപീകരിക്കുക. ഗുരുതരമായ അനാസ്ഥ ഇവിടെ ലാബിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടെത്തൽ. കാരണം ഇത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു പരിശോധന നടത്തുന്നത് ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിലല്ല, വെറും ഒരു ട്രെയിനി ആയിട്ടുള്ള ചിലപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരായിരിക്കും പലപ്പോഴും സഹായത്തിന് എത്താറുള്ളത്. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ള ഗൗരവകരമായിട്ടുള്ള കാര്യം കൂടിയാണ് പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ കുറ്റകരമായ അനാസ്ഥ ഈ ഡോക്ടർമാരുടെ ഭാഗത്തുണ്ടെന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. അത് ആലപ്പുഴ DMO കൂടി പറയുന്നുണ്ട്. കൃത്യമായി ഈ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോഴും അത്
മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം സീനിയറായ ഡോക്ടർമാർക്കുണ്ട്. ഈ 2 ഡോക്ടർമാർ മാറി മാറി ചികിത്സിച്ച് ഉണ്ടായ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൂടി ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ കുട്ടിക്ക് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയേണ്ടതായിരുന്നു. സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഇത്രയും പുരോഗമിച്ച കാലത്ത് ഈ കുട്ടിയെ പ്രസവിച്ച സമയത്ത് മാത്രമാണ് ഇതിന്റെ വൈകല്യം ബോധ്യപ്പെടുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ഒക്ടോബർ മാസം 30 ആതിര സുഹൃത്ത് പറയുകയാണ് അതീവ ദുഃഖകരം. ആ കുഞ്ഞ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ. എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാണെന്ന് ജിത്തൂസ് പറയുന്നു. എന്ന് പറഞ്ഞാൽ വലിയ വൈകല്യങ്ങൾ ആ കുഞ്ഞിനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണല്ലോ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഉണ്ടാവുക. അത് കണ്ടുപിടിക്കേണ്ടവർക്ക് കൃത്യസമയത്ത് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം റെമഡിയൽ മെഷേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഡോക്ടർമാരാണ്. അവരത് പറയുന്നില്ല, ഒരു സ്കാനിലും അത് കണ്ടുപിടിക്കുന്നില്ല. ഒടുവിൽ കുഞ്ഞ് പ്രസവിച്ചു വരുമ്പോൾ മാത്രം ഇത്തരത്തിൽ വലിയ വൈകല്യം ഒരു കുഞ്ഞാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവ് അങ്ങേയറ്റത്തെ വേദനയാണ്. ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും ഉണ്ടായ പിഴവിൽ ഈ ഡോക്ടർമാർ ആരാണ് എന്നൊക്കെ പറഞ്ഞ് കർശനമായ ഒരു നടപടി ഉണ്ടാവുകയും വേണം.